ഹലോ ഹായ് വെൽക്കം ടു സൈ ഹായ്. ഇന്ത്യയിലെ മികച്ച ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഡെസർട്ടേഷൻ പ്രോജക്റ്റ് അല്ലെങ്കിൽ ഇൻറ്റേൺഷിപ്പ് ചെയ്യാൻ താല്പര്യമുള്ള UG അല്ലെങ്കിൽ PG വിദ്യാർത്ഥികൾക്ക് സ്പെഷ്യലി ഉള്ളൊരു വീഡിയോ ആണിത്. യെസ്, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച്, ആൻ ഓട്ടോണോമസ് ഇൻസ്റ്റിറ്റ്യൂട്ട് അണ്ടർ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഇൻറ്റേൺഷിപ്പ് അല്ലെങ്കിൽ ലോങ് ടേം അല്ലെങ്കിൽ ഷോർട്ട് ടേം പ്രോജക്റ്റ് ഓപ്പർച്യൂണിറ്റീനെ കുറിച്ചിട്ടാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. സോ അതിനായി നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച് നൈസറിൻ്റെ വെബ്സൈറ്റാണ് നമ്മൾ നോക്കുന്നത്. സോ അതിൻ്റെ സ്ക്രോൾ ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും. റൈറ്റ് സൈഡിലായിട്ട് അഡ്വർടൈസ്മെൻറ്റ്സ് ഏതൊക്കെയാണ്, നോട്ടിഫിക്കേഷൻ അവർ റീസെൻ്റ്ലി പുറത്തുവിട്ടിട്ടുള്ള അഡ്വർടൈസ്മെൻറ്റ്സ് ഏതൊക്കെയാണെന്ന് നമുക്ക് കാണാൻ പറ്റും. അതിൽ വിൻ്റർ ഇൻറ്റേൺഷിപ്പാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. സോ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ഞാൻ ഓൾറെഡി ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. അതിൽ വിൻ്റർ ഇൻറ്റേൺഷിപ്പ് പ്രോഗ്രാം 2024 സ്കൂൾ ഓഫ് ബയോളജിക്കൽ സയൻസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു വിൻ്റർ ഇൻറ്റേൺഷിപ്പ് ഓപ്പർച്യൂണിറ്റി, അതും ഷോർട്ട് ടേം വിൻ്റർ ഇൻറ്റേൺഷിപ്പ്. അത് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ പ്രൊഫസേഴ്സിനോട് ചെയ്ത് നമുക്കത് ലോങ് ടേം ഇൻറ്റേൺഷിപ്പായിട്ട് മാറ്റാൻ പറ്റുന്നതായിരിക്കും. സോ ഇതൊരു മികച്ചൊരു ഓപ്പർച്യൂണിറ്റിയാണ്. മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ നോക്കുക, പറ്റാവുന്ന എത്രയും ഷെയർ ചെയ്തിട്ട് മറ്റുള്ള വീഡിയോ യൂസ് ആവുന്നുണ്ടെങ്കിൽ മാക്സിമം ഫ്രണ്ട്സിനും ഷെയർ ചെയ്തിട്ട് ഈ ഒരു ഇൻറ്റേൺഷിപ്പിൽ അപ്ലൈ ചെയ്യുക. ബിക്കോസ് ദിസ് ഈസ് എ ബിഗ് ഓപ്പർച്യൂണിറ്റി എസ്പെഷ്യലി ഫോർ ലൈഫ് സയൻസ് ഓർ സയൻസ് സ്റ്റുഡൻസ്. അതും പഠിക്കുന്ന ഓൺഗോയിങ് ആയിട്ടുള്ള സ്റ്റുഡൻസിന് മാത്രമാണ് ഈ ഇൻറ്റേൺഷിപ്പ്. കോഴ്സ് കഴിഞ്ഞിട്ടുള്ള PG അല്ലെങ്കിൽ UG കഴിഞ്ഞിട്ടുള്ള സ്റ്റുഡൻസിന് ഇൻറ്റേൺഷിപ്സ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നതല്ല. സോ നമുക്ക് എന്തൊക്കെയാണ് ഇതിൽ മെയിനായിട്ട് നോക്കേണ്ട കാര്യങ്ങൾ നമുക്ക് നോക്കാം. സ്കൂൾ ഓഫ് ബയോളജിക്കൽ സയൻസ് NISO ഓഫേഴ്സ് എ വൈബ്രൻറ്റ് വിൻ്റർ ഇൻറ്റേൺഷിപ്പ് പ്രോഗ്രാം ആർട്ട് ഓഫ് റിസർച്ച് പ്രോജക്റ്റ് അണ്ടർ സൂപ്പർവിഷൻ ഓഫ് അവർ ഫാക്കൽറ്റീസ്. മെയിനായിട്ടും ഇവർ ഫോക്കസ് ചെയ്യുന്നത് ഇവരുടെ ഫാക്കൽറ്റീസിൻ്റെ അണ്ടറിൽ തന്നെ വർക്ക് ചെയ്യാൻ പറ്റുന്ന പോലൊരു ഇൻറ്റേൺഷിപ്പാണ്. അത് ഷോർട്ട് ടേം വിൻ്റർ ഇൻറ്റേൺഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത് 1st December to 31st December 2024. ആൻഡ് സെക്കൻഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോങ് ടേം ഇൻറ്റേൺഷിപ്പാണ്. January 2025 to June 2025 ലോങ് ടേം ഇൻറ്റേൺഷിപ്പ്. സോ ഇത് പ്രോജക്റ്റ്സ് നമ്മൾ November December ആയി കഴിഞ്ഞു. സോ പ്രോജക്റ്റ് ഔട്ട്സൈഡ് ചെയ്യാൻ, അത് സ്വന്തം കോളേജില്ലാതെ വെളിയിൽ ചെയ്യാൻ താല്പര്യമുള്ള പിള്ളേരാണെങ്കിൽ നിങ്ങൾക്കിത് അപ്ലൈ ചെയ്യാവുന്നതാണ്. ബിക്കോസ് January to June വരെ ടൈമുണ്ട്. ഇൻ ബിറ്റ്വീൻ നിങ്ങൾക്കിത് പ്രോജക്ട്സ് സബ്മിറ്റ് ചെയ്യണമെങ്കിൽ അവരുടെ ടൈം ചോദിച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യുകയും ചെയ്യാവുന്നതാണ്. ബിക്കോസ് ഇവർ ആപ്ലിക്കേഷൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇവരുടെ ഫാക്കൽറ്റീസിനെ ആദ്യം അപ്രോച്ച് ചെയ്യണം. നിങ്ങൾക്കൊരു വെബ്സൈറ്റ് ID ഇവിടെ തന്നിട്ടുണ്ട്. അതിലൂടെ ഇവരുടെ ഫാക്കൽറ്റീസിന് നമ്മൾ ഫസ്റ്റ് മെയിൽ ചെയ്തിട്ട് അവരുടെ പെർമിഷൻ നമുക്ക് വേണം ഇത് ഇൻറ്റേൺഷിപ്പ് ചെയ്യണമെങ്കിൽ. അതിന് വെറൈറ്റി ഓഫ് സയൻസ് ഫീൽഡിലുള്ള ഇവരുടെ നൈസറിൻ്റെ പ്രൊഫസേഴ്സിൻ്റെ IDs ഇവിടെ തന്നിട്ടുണ്ട് വെബ്സൈറ്റിൽ. അവരെ നമുക്ക് സോർട്ട് ഔട്ട് ചെയ്യാം. നിങ്ങൾക്ക് ഏത് ഫീൽഡാണോ ചെയ്യാൻ താല്പര്യമുള്ളത് സയൻസിൽ, അവരെ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാനുള്ള ഡീറ്റെയിൽസ് വെബ്സൈറ്റിൽ അവർ തന്നിട്ടുണ്ട്. സോ ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഫോർവേഡ് ചെയ്യുന്നത് ഏതൊക്കെ ഫാക്കൽറ്റീസ് ഉണ്ട്, അവരുടെ ഫാക്കൽറ്റി മെമ്പേഴ്സിൻ്റെ കംപ്ലീറ്റ് ഗൈഡ് ലൈൻസ് അവർ തന്നിട്ടുണ്ട്. ഏതൊക്കെ ഫീൽഡിലാണെന്ന് തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് മെയിൽ ചെയ്ത് കൺഫേം ചെയ്യാവുന്നതാണ്. ആൻഡ് മെയിനായിട്ടും അപ്പാർട്ട് ഫ്രം ദ റെഗുലർ പ്രോജക്റ്റ് വർക്ക്, പാർട്ടിസിപ്പൻറ്റ് can also get an opportunity to participate in various activities organized by SBS such as seminars, current projects, various fields, visit to different research laboratories of NISR. അങ്ങനെ ഒരുപാട് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ഉള്ളൊരു ഇൻറ്റേൺഷിപ്പാണ് അല്ലെങ്കിൽ ഒരു പ്രോജക്റ്റാണ് ഇത് NISR പ്രൊവൈഡ് ചെയ്യുന്നത്. ആൻഡ് പെർസ്യൂയിങ് ഹൂ ക്യാൻ അപ്ലൈ, ആർക്കൊക്കെയാണ് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്? സ്റ്റുഡൻസ് പെർസ്യൂയിങ്, പഠിച്ചുകൊണ്ടിരിക്കുന്ന BSc MSc ഇൻറ്റഗ്രേറ്റഡ് MSc ഡിഗ്രി വിത്ത് ബയോളജി ആസ് എ മേജർ സബ്ജക്റ്റ്. അപ്പോൾ ലൈഫ് സയൻസ് ഉള്ള സ്റ്റുഡൻസിനും ഇതിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. ബിക്കോസ് ഇതിൽ ഒരുപാട് സയൻസ് ഫീൽഡിലുള്ള പ്രൊഫസേഴ്സാണ് ഏറ്റവും കൂടുതൽ. സോ നിങ്ങൾക്കത് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. സോ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്? ആദ്യം നിങ്ങൾ ചെയ്യേണ്ട കാര്യം കോൺടാക്റ്റ് ചെയ്യുക. ഫാക്കൽറ്റി മെമ്പേഴ്സിനെ മെയിൽ ത്രൂ കോൺടാക്റ്റ് ചെയ്യുക. അവരും മെയിൽ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഫാക്കൽറ്റി അഗ്രി ടു സൂപ്പർവൈസ് ഹിം ഓർ ഹെർ, ദെൻ ഓൺലി ദ കാൻഡിഡേറ്റ് ഷുഡ് അപ്ലൈ ഫോർ ദ പ്രോഗ്രാം. അവർ റിപ്ലൈ മെയിൽ തരാണെങ്കിൽ മാത്രം, അല്ലെങ്കിൽ ഒരു ഓക്കെ പറയുകയാണെങ്കിൽ മാത്രമേ നമുക്കിതിൽ ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് മെയിൻ പോയിൻറ്റ്. സോ ഈ ഹൈപ്പർ ലിങ്ക് ഇവിടെ തന്നിട്ടുണ്ട്. ഇത് ഡയറക്റ്റ് ചെയ്യുന്നതായിരിക്കും.
And the application form should be complete in all respect and countersigned by the respective head of the department or institution. സോ നമ്മുടെ താഴെ അവർ ഒരു ഫോം തന്നിട്ടുണ്ട്. ആ ഫോം ഫില്ല് ചെയ്യുമ്പം HODയുടെ സിഗ്നേച്ചർ ആൻഡ് സീൽ എന്നിവ മാത്രമേ ഇത് ഫുള്ളി കംപ്ലീറ്റഡ് ആയിട്ടുള്ള ഒരു ഫോമായിട്ട് അക്സെപ്റ്റ് ചെയ്യുള്ളൂ. സോ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. HODയുടെ സീലും സൈനും അതിൽ മസ്റ്റാണ്. So email consent obtained from the faculty supervisor should also be attached. So email confirmation letter നമുക്ക് നൈസറിൻ്റെ ഫാക്കൽറ്റി തരുന്ന ആ ഒരു ഡോക്യുമെൻ്റ് നമ്മളതിൽ അറ്റാച്ച് ചെയ്തിരിക്കണം. അതും കൂടാതെ സോഫ്റ്റ് കോപ്പീസ്, ആപ്ലിക്കേഷൻ സർട്ടിഫിക്കറ്റ്സ്, മാർക്ക് ഷീറ്റ്സ്, ഇമെയിൽ കമ്മ്യൂണിക്കേഷൻ എവറിത്തിങ് ഷുഡ് ബി സബ്മിറ്റഡ്. ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻസും അലൗ ചെയ്യുന്നതല്ല. പിന്നെ അതുമല്ല അത് റിജക്റ്റ് ആയിപ്പോവും. ആൻഡ് ഫോർ ലോങ് ടേം ആപ്ലിക്കേഷൻ, ലോങ് ടേം ഇൻറ്റേൺ അല്ലെങ്കിൽ പ്രോജക്റ്റ് സ്റ്റുഡൻ്റ് ആയിട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ദേ ഹാവ് ടു പേ റുപ്പീസ് എമൗണ്ട് 10,000 rupees. സോ ലോങ് ടേമിന് സ്പെസിഫിക് ഫീ അവർ പറയുന്നുണ്ട്, ഷോർട്ട് ടേമിന് ഫീ ഇല്ല. ആൻഡ് അക്കോമഡേഷൻ ഫെസിലിറ്റീസ് ലിമിറ്റഡ് ആയിരിക്കും. പിന്നെ ചാർജബിൾ ആയിട്ടുള്ള എമൗണ്ടും കാര്യങ്ങളൊക്കെ അവർ തന്നിട്ടുണ്ട്. റീഫണ്ടബിൾ കോഷൻ ഡെപ്പോസിറ്റ് ഓഫ് ₹2,000. സോ ഇനി ഫെർദർ അക്കോമഡേഷനെ കുറിച്ചിട്ട് എന്തെങ്കിലും എക്സ്ട്രാ നിങ്ങൾക്ക് ക്വയറീസ് ഉണ്ടെങ്കിൽ അവർ കോൺടാക്ട് ചെയ്യാനുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളും തന്നിട്ടുണ്ട്. ഇനി സെലക്റ്റഡ് സ്റ്റുഡൻസ്, ഷോർട്ട് ലിസ്റ്റഡ് ആയിട്ടുള്ള സ്റ്റുഡൻസിനെ വെബ്സൈറ്റ് ത്രൂ ഇവർ അറിയിക്കുന്നതായിരിക്കും. സോ നിങ്ങൾ അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നൊരു കാൻഡിഡേറ്റ് ആണെങ്കിൽ യു ഹാവ് ടു വിസിറ്റ് ദെയർ വെബ്സൈറ്റ്. ആൻഡ് ഡ്യൂറേഷൻ ഓഫ് പ്രോഗ്രാം, മെയിനായിട്ടുള്ള ഡേറ്റ്സ് തന്നിട്ടുണ്ട്. ഷോർട്ട് ടേം ഏത് മന്ത് മുതൽ ഏത് ഡേറ്റ് അപ് ടു ഡേറ്റ് തന്നിട്ടുണ്ട്. ലോങ് ടേം ആണെങ്കിൽ 1st January to 30th June 2025 വരെയാണ്. അപ്പോൾ ശ്രദ്ധിക്കണം, ഷോർട്ട് ടേം ആണെങ്കിൽ ഡിസംബറോ, ലോങ് ടേം ആണെങ്കിൽ ജാനുവരി എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എപ്പോഴും അപ്ഡേറ്റഡ് ആയിരിക്കണം, സൈറ്റ്സ് എപ്പോഴും അപ്ഡേറ്റ് ചെയ്ത് നോക്കിക്കൊണ്ടേയിരിക്കണം. സെൻ ആപ്ലിക്കേഷൻ ഫോമും കാര്യങ്ങൾ അവർ ഫില്ല് ചെയ്യാനുള്ള ഫോം തന്നിട്ടുണ്ട്. ഇത് ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾ ആപ്ലിക്കേഷൻ നെയിം, ഡേറ്റ് ഓഫ് ബർത്ത്, ഏജ്, എവറിത്തിങ് യു ഹാവ് ടു ഫിൽ. അതിൽ പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഒട്ടിക്കുക, അഡ്രസ്, കമ്മ്യൂണിക്കേഷൻ, എവറിത്തിങ്. ദെൻ കോളേജ്, നിങ്ങൾ ഏതൊക്കെ ഇയറാണ്, ഡിഗ്രി ആണെങ്കിൽ ഡിഗ്രി ഏത് ഇയറാണോ അതിൻ്റെ മാർക്ക് ഷീറ്റ്സും കാര്യങ്ങളൊക്കെ കൊടുക്കണം. സോ അതേപോലെ തന്നെ അതിൻ്റെ പെർസെൻറ്റേജ് കാര്യങ്ങളെല്ലാം നിങ്ങൾ ഫില്ല് ചെയ്യണം. ദെൻ ഏത് ഫാക്കൽറ്റീസിൻ്റെ അണ്ടറിലാണ് നിങ്ങൾ വർക്ക് ചെയ്യാൻ പോകുന്നത്, അവർ പറയുന്ന ഏത് പ്രോജക്റ്റിലാണ് നിങ്ങൾ വർക്ക് ചെയ്യാൻ പോകുന്നത്, ആ കാര്യങ്ങളെല്ലാം മെൻഷൻ ചെയ്തിരിക്കണം. ഡ്യൂറേഷൻ ഓഫ് ദ പ്രോജക്റ്റ് ചോദിച്ചിട്ടുണ്ട്, അതും. ദെൻ ബാക്കിയെല്ലാം ഫിൽ ചെയ്യാനുള്ള കാര്യങ്ങളും ഫിൽ ചെയ്യുക. സിഗ്നേച്ചർ ഓഫ് ദ ആപ്ലിക്കൻ്റ് ആൻഡ് സിഗ്നേച്ചർ ആൻഡ് സീൽ ഓഫ് ദ ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെൻറ്റ് ഓർ ഇൻസ്റ്റിറ്റ്യൂഷൻ. സോ ദീസ് ആർ ദ മെയിൻ ആയിട്ടുള്ള ഇൻഫോർമേഷൻ ഫോർ വിൻ്റർ ഇൻറ്റേൺഷിപ്പ് പ്രോഗ്രാം 2024. So once again I'm telling, winter internship program 2024 NICER ഇന്ത്യയിലെ ബെസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്, സയൻസ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഒരു ബെസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. മാക്സിമം ഇത് യൂട്ടിലൈസ് ചെയ്യാം, പറ്റാവുന്നിടത്തോളം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. ആർക്കെങ്കിലും ഈ ഓപ്പർച്യൂണിറ്റി ആവശ്യം നിങ്ങൾക്ക് തോന്നണമെങ്കിൽ അവർക്ക് കൂടെ ഷെയർ ചെയ്യുക, എസ്പെഷ്യലി ടു യുവർ ഫ്രണ്ട്സ്. UG PG പഠിക്കുന്ന പിള്ളേരാണെങ്കിലും എന്തായാലും അപ്ലൈ ചെയ്യാൻ നോക്കുക, നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. കാരണം ഹാൻഡ്സ് ഓൺ കിട്ടുമെന്ന് പറയുന്നത് ഭയങ്കര ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഇൻ ദി ഫീൽഡ് ഓഫ് സയൻസ്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടെങ്കിൽ തംസ് അപ്പ്, ഇത് ഇൻഫോർമേറ്റീവ് ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ. സോ താങ്ക് യു സോ മച്ച്.